നമസ്കാരം. നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉയർന്ന പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന ആളുകളാണെങ്കിൽ, നമ്മളെപ്പോഴും നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. ഓരോ ദിവസവും എന്ത് പുതുതായിട്ട് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓരോ സംസാരങ്ങളിലും ഓരോ ചർച്ചകളിൽ നിന്നും പുതിയ ടെക്നോളജിയെക്കുറിച്ചും പുതിയ മാർക്കറ്റിംഗ് മെത്തേഡിനെ കുറിച്ചും മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ ഒരു പഴഞ്ചൻ രീതിയിൽ ഇന്നും മാർക്കറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരു മാർക്കറ്റിങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് മാറ്റി വെച്ചിട്ട് മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്താലാണ് നമ്മുടെ സ്റ്റാഫുകൾ കറക്റ്റായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ, അവർ കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പകരം നമ്മൾ ഏത് സമയത്തും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അവർ മാറുമ്പോൾ അല്ലെങ്കിൽ അവർ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. അത് ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഓരോ ദിവസവും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സമയം നമ്മൾ മാറ്റി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ഥാപനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നമ്മളിരിക്കുന്ന പോസ്റ്റ്, ആ പോസ്റ്റ് മറ്റൊരാളെ അതേപോലെ പുതിയ പോസ്റ്റിംഗ് നടത്തിയിട്ട് പിന്നെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്ത കാരണത്താൽ നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഔട്ടാവുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട് പല സമയങ്ങളിലും. അപ്പോൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ ടെക്നോളജികളും പുതിയ രീതികളും പുതിയ മെത്തേഡുകളും നമ്മളും പഠിച്ചെടുക്കാം. ചെറിയ ചെറിയ ശ്രമങ്ങൾ നടത്തുക, അത് നമ്മുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. താങ്ക് യു.